പോലീസ് പരിഷ്കരണങ്ങളും പ്രൊഫഷണൽ പോലീസും എന്ന വിഷയത്തെ അധികരിച്ച് കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സെമിനാറിൻ്റെ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് അനുസ്മരണം. ഇന്നലെ നമ്മുടെ DPOയിലെ സ്റ്റാഫായ മരണപ്പെട്ടുപോയ ശ്രീ അനിൽകുമാർ അടക്കമുള്ള ഡ്യൂട്ടിക്കിടയിലും അല്ലാതെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാർക്ക് വേണ്ടി ഒരു നിമിഷം മൗനം. ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ കൊട്ടാരക്കര അടുത്തടുത്തും വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സംഘടന ജില്ലയിലെ ഓരോ യൂണിറ്റുകളിലും എത്തി കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്ന് പോലീസ് നേരിടുന്ന എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് കൃത്യമായ അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് അനുഭവിക്കുന്ന മാനസികപരമായും ജോലി സമ്മർദ്ദപരമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് സംഘടന ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. സംഘടനയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സെമിനാറുകൾ, ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ തന്നെ ഇന്ന് ജൂലൈ 1 നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം ഇന്ന് പുതിയ തലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ നിയമ സംവിധാനത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു എത്രത്തോളം നമുക്ക് പ്രൊഫഷണൽ ആവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലെല്ലാം തന്നെ കൃത്യമായ ഒരു ചർച്ചയും അഭിപ്രായവും ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ടാവണമെന്ന് ഒരു സംഘടന എന്ന നിലയിൽ കൊല്ലം ജില്ലാ പോലീസ് അസോസിയേഷൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് ഏറ്റിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ജയകൃഷ്ണൻ സാറാണ്. സാറിന് അടിയന്തരമായി കോടതിയിൽ പോകേണ്ട സമയമായിട്ടുണ്ട്. അതിനാൽ വലിയ പ്രഭാഷണത്തിലേക്കൊന്നും നീങ്ങുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KPയുടെ ജില്ലാ പ്രസിഡന്റാണ് ശിവേഷിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ജയകൃഷ്ണൻ സാറാണ്. സാറ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൂടിയാണ്. സാറിനെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ജേക്കബ് പൊന്നു സാറാണ്. ഇന്ന് കാണുന്ന പോലീസ് പൊതുജനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും ഏതൊക്കെ രീതിയിൽ പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിലെല്ലാം കൃത്യമായ ഒരു വിശകലനവും പുസ്തക രൂപേണ നമുക്ക് അച്ചടിച്ച് നമ്മളെല്ലാം മുമ്പിൽ വായിക്കുവാൻ പ്രസ്തുതപ്പെടുത്തി തരികയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് പൊന്നു സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ മുഖ്യ സാന്നിധ്യം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പ്രഭാഷണം നടത്താനായി എത്തിയിട്ടുള്ള KPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രേംജി നായരെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPയുടെ സംസ്ഥാന ട്രഷറർ അഭിജിത്ത് സാറിനെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട DCRP DSP റജി ബ്രഹ്മ സാറിനെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട DSP സ്പെഷ്യൽ ബ്രാഞ്ച് ബിജുകുമാർ സാറിനെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് സംഘടനയ്ക്കും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൃത്യമായ നിർദ്ദേശവും നൽകി നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട അഡീഷണൽ SP സാഹിബ് സാറിനെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി തിരക്കുകളുണ്ടായിരുന്നു. അതിലും നവീനമായ മാറ്റങ്ങളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് നമ്മുടെ പൊതുസമൂഹം നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് പരിഷ്കരണങ്ങളും പ്രൊഫഷണൽ പോലീസും എന്നുള്ള ഇന്നത്തെ ഈ സെമിനാർ വളരെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒന്ന് തന്നെയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായ ബഹുമാനപ്പെട്ട ശ്രീ ജയകൃഷ്ണൻ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പോലീസിൻ്റെ നവീകരണം, അതുപോലെ തന്നെ ആധുനിക കാലത്തിലേക്ക് എങ്ങനെ നമ്മുടെ പോലീസിനെ മാറ്റിക്കൊണ്ടുവരാം എന്നുള്ള സബ്ജക്റ്റാണ്. നമുക്കറിയാം, ഏത് രീതി വന്നാലും എപ്പോഴും പരാതി കേൾക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ്. ഒരു പരാതി ഒരാൾ കൊണ്ട് തന്നാൽ ആ നടപടി എടുത്താൽ കുറ്റം, എടുത്തില്ലെങ്കിൽ അതിലും വലിയ കുറ്റം. അപ്പം ഞാൻ 2003 സർവീസിൽ കയറുന്നത്, മജിസ്ട്രേറ്റായിട്ടാണ് സർവീസിൽ കയറുന്നത്. ഇപ്പോൾ 20-21 വർഷമായിട്ട് കൂടുതൽ സമയവും മജിസ്ട്രേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്.
പല പല ഓഫീസർമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു ഇത്രയും പ്രഷർ, സമ്മർദ്ദം നേരിടുന്ന ഒരു വിഭാഗം ഒരു പോലീസ് തന്നെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മാറ്റങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇനിയും ധാരാളം വരാനുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. കോടതിയുമായിട്ട് ലിങ്ക് ചെയ്ത് FIR വരുന്നത് നമ്മൾ മാനുവൽ കൊണ്ട് കൊടുക്കുന്നതിന് വരെ FIR അയച്ചു തരുന്നു, അത് കോടതിയിൽ എടുക്കുന്നു, തിരിച്ച് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ 2021 മുതൽ തിരുവനന്തപുരം അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ഇരുന്നപ്പോൾ മുതൽ ഇതിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ്റെ നോഡൽ ഓഫീസറും കൂടിയായിരുന്നു. അന്ന് മുതൽ ഈ ചാർജ് ഫയൽ ചെയ്യുന്നത് ഇതുപോലെ ഓൺലൈനാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചാർജ് പോലീസ് സ്റ്റേഷനിൽ കോടതിയിലേക്ക് വരുമ്പോൾ നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിപ്പോഴും സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ 3 വർഷമായിട്ട് നമുക്ക് അന്ന് മുതൽ നിരന്തരം ഈ ഇതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് NIC പൂനെയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. സാധിച്ചിരുന്നെങ്കിൽ അത് അവിടെ നടത്തിയിട്ട് തിരിച്ച് ഓൺലൈനിൽ തന്നെ റിപ്പോർട്ട് കോടതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ബേസിക്കാണ് കമ്പ്യൂട്ടറൈസേഷൻ. അതുപോലും നമുക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പം നമ്മളൊരു സിസ്റ്റം എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് എടുത്തിട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ പ്രായോഗിക 1 മാസമായിട്ട് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുമായിരുന്നു, മജിസ്ട്രേറ്റായിട്ടിരിക്കുമ്പോൾ ഈ പഴയ നമ്മുടെ ഒരു റൈറ്റിംഗ് പാറ്റേണുണ്ട്. പ്രതിയുടെ വീട്, വില്ലേജ്, മുറി, താലൂക്ക്, ഇത്രയാണ് സാധാരണ എഴുതി വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം കയറിപ്പോൾ മുതലാണ് നിങ്ങൾ ഇതങ്ങ് മാറ്റിയിട്ട് ആ പോസ്റ്റ് ഓഫീസ് അഡ്രസ്സ് ഒന്ന് വെക്കുക. ഒന്നിൽ ഈ പോലീസിന് കൊടുക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് നമുക്ക് പോസ്റ്റൽ ആയിട്ടെങ്കിലും ഒരു കാർഡ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ പരിഗണന കൂടെ നമുക്ക് ഉണ്ടാവണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്, എനിക്ക് കോടതിയുണ്ട്. ഞാൻ 2019 അഡീഷണൽ CJമായിട്ട് തിരുവനന്തപുരത്ത് എന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞു നോക്കുമ്പോൾ 2011 ഒരു കേസ്, ഒരു പ്രതി ഉണ്ട്. അപ്പോൾ അവിടെ ഞാനന്ന് ചാർജ് എടുക്കുമ്പോൾ അവിടെ 22,000 കേസുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു സമയം, ഒരു ദിവസം എത്ര കേസ് വിളിക്കാവുന്ന, എത്ര വന്നാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കേസ് വിളിക്കുമ്പോൾ സ്ഥിരമായിട്ടൊരു പ്രതി വരുന്നുണ്ട്, അയാൾ വന്ന് കയറി ഇരിക്കുക. അവിടെ ഒരു ദിവസം ഞാൻ ഒരു 150 കേസെങ്കിലും, മിനിമം 150-200 കേസ് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം രാവിലെ കാണപ്പെടുന്ന ഒരു ഒന്ന് സംസാരിക്കാനുള്ള ഒരു 2-3 പ്രാവശ്യം കൃത്യമായിട്ട് അദ്ദേഹം വരും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്താ നിങ്ങളുടെ പേരിലുള്ള 2 പ്രതികളുണ്ട്, ഒരാൾ അബ്സ്കോണ്ടിങ്. അപ്പോൾ ക്രൂവൽറ്റി എഗൻസ്റ്റ് ആനിമൽ അത് വെച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ വെച്ചിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു പശുവിനെയും കാലിനെയും കൂടെ മേടിച്ചുകൊണ്ട് പോയ വീട്ടിലേക്ക്, അതാണ് ഞാൻ ചെയ്ത വലിയൊരു തെറ്റ്. പക്ഷെ എന്ത് സംഭവിച്ചു, അത് ഒരു പെട്ടിയോട്ടോയിൽ ഈ പശുവിനെ മേടിച്ചുകൊണ്ട് പോയി. കുട്ടിയുണ്ട്, ഒന്നുമുണ്ട്, കാരണം 1 മാസം കൊണ്ട് പ്രായം. അപ്പം അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പൂജപ്പുര എത്തിയപ്പോഴത്തേക്ക് പോലീസ് കൈകാണിച്ചിട്ട് കേസെടുത്തു. കാരണം അലക്ഷ്യമായിട്ട് ഈ പെട്ടിയോട്ടയെ കെട്ടി വെച്ച് കൊണ്ടുപോയി എന്നാണ്. ഞാൻ ചാർജ് എടുത്ത് വെച്ച് നോക്കി, കെട്ടി മുറുക്കി കൊണ്ടുപോയി എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ സിറ്റിയുടെ നടുക്കൂടെ ഒരു പശുവിനെയും പ്രാവിനെയും കൂടെ കെട്ടാതെ ഈ പെട്ടിയോട്ടോയെ കൊണ്ടുപോയാൽ അതെടുത്ത് ചാടിയാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇയാൾ 2011 മുതൽ 2021 വരെ കേസുമായിട്ട് നടക്കുക ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ കേസ്, ഇത്രയേ ഉള്ളൂ. അത് ഈ 1ാം പ്രതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവറാണ്, ഈ ഓട്ടോറിക്ഷയുടെ, അയാൾ അബ്സ്കോണ്ടിങ്.
അതുകൊണ്ട് ഇങ്ങനെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. ഇയാൾ എല്ലാ കേസും എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിത് പിന്നെ കുറ്റമൊന്നും ചെയ്തത് ശരിയാണ്, ഈ ചെറിയൊരു ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സാറേ ഞാനൊരു കുറ്റം ചെയ്ത് ഞാനിങ്ങനെ പോയി, ഇപ്പോഴും ആ പശു ഈ കേസുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ചേക്ക്, വീട്ടിൽ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കുറ്റം അങ്ങ് സമ്മതിക്കാൻ തയ്യാറാണ്, എളുപ്പം നമുക്ക് കാര്യം തീർത്തേക്കാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്താലും വേണ്ട, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് തന്നാൽ മതി, ഞാൻ എന്ത് വേണ്ടി ചെയ്യാം. വക്കീൽ എല്ലാ ദിവസവും വിളിച്ചു പറയും, തലേദിവസം വിളിച്ച് നിർബന്ധമായിട്ടും കോടതി വന്നാൽ അല്ലേ മജിസ്ട്രേറ്റ് വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പ്ലീഡിംഗ് പറഞ്ഞു, സമ്മതിച്ചു. ഞാൻ PO ആക്ട് അപ്ലൈ, പ്രൊവിഷൻ ഓഫ് ഇൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടി. അപ്പം ഞാനിത് ആ മാനുഷിക പറയുന്നതാണ് ഞാൻ കാര്യം പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ചാർജോ അല്ലെ ഇതിലെ വാദ്യമൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു 323 അല്ലെങ്കിൽ ഒരു 324 ഒഫൻസ് വന്നു, ആ നമ്മുടെ ആ സിസ്റ്റത്തിൽ കൂടെ അവർ കയറി ഇറങ്ങി ഒരു 1-2 വർഷം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതൊരു ശിക്ഷയായി കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. അതിനുവേണ്ടി ഒരു 323ക്ക് ഒരു 321 തൂക്കിക്കൊല്ലൊന്നും വേണ്ട. കാരണം ഒരു 2 വർഷം കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു പാഠമായി ഒരുമാതിരിപ്പെട്ടവർ. ഞാൻ ഈ അല്ലാതെ മോഷണ കേസിലെ പ്രതിയുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. ആ നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ ഇവർ കടന്നു പോകുമ്പോൾ തന്നെ അതൊരു ശിക്ഷയായിട്ട് നമ്മൾ കണക്കാക്കുക. അതിൽ വേറെ വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട, 2 വർഷം കഴിഞ്ഞിട്ടുണ്ട് അതങ്ങ് അതിൽ തീർന്നു പൊക്കോളും, ഒരു ശിക്ഷയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോടതികളിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമില്ല, നിൽക്കണം, എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല, വിളിച്ചാൽ തന്നെ എപ്പോഴാണ് തിരിച്ചു വിടുന്നതെന്ന് അറിയത്തില്ല. ഈ ഒരു ടെൻഷനിലാണ് അവിടെ വരുന്നത്. ആരും സന്തോഷത്തോടു കൂടി വരുന്നതല്ല, പേടിച്ചാണ് എല്ലാവരും കോടതി വരുന്നത്. പ്രയോജനപ്രദം ആവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ IPC, CRPC, എവിഡൻസ് ആക്ട് 3 ഇന്ന് മുതൽ അങ്ങ് മാറുകയാണ്. അതിൽ CRPCയിൽ കാര്യമായ മാറ്റങ്ങൾ പുതിയ കുറേ വന്നതിലും പഴയതിൽ ചില മാറ്റങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പേര് മാറുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ സെക്ഷൻ എല്ലാം പറയും പലതായിട്ട് അങ്ങ് സ്കാറ്റേഡായി. പഴയതുപോലെ IPC 302 എന്നുള്ള ഇപ്പോൾ അങ്ങ് പോയി, അത് 103 ആയി, 103 ആയി എന്ന് പറയുന്ന പോലെയാണ് പല സെക്ഷനും. അതുപോലെ പലതും ഒഴിവാക്കി ഞാൻ ഓടിച്ചു പറയുകയാണ്. അതായത് അസിസ്റ്റന്റ് സെഷൻസ് എന്നുള്ള ആ ഇത് ഇല്ലാതായി. ഇപ്പം 307 ആയാലും 308 ആയാലും ഇപ്പോൾ വരുമ്പോൾ എല്ലാ സെഷൻസ് കോടതിയിലാണ് വരുന്നത്. സബ് കോടതി അസിസ്റ്റന്റ് എന്നുള്ള ആ അതങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളും കുറേ പുതിയ പ്രൊവിഷൻസ് കുറേ ആഡ് ചെയ്തു. പക്ഷേ അന്നേരം ഈ നമ്മൾ കാലാകാലം 323 അതൊക്കെ അങ്ങ് പോയി, വേറെ പേരുമൊക്കെ നമ്പരും ആയിട്ട് വരുന്നത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ അറിഞ്ഞിരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ മാനുഷിക പരിഗണനയോടെ കാണിക്കുക. എനിക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഒരു വാദി വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിചാരം നമ്മൾ എത്ര ശിക്ഷിച്ചാലും പോരാ, അവന് തൂക്കിക്കൊള്ളണമെന്നാണ്. പ്രതി പറയുന്ന എത്ര കുറച്ച് ശിക്ഷ കൊടുത്താലും അത് കൂടിയെന്നാണ് അവരുടെ ധാരണ. എന്ന് പറയുന്ന പോലെയാണ്, നിങ്ങളൊരു കേസ് എടുത്താൽ ചിലപ്പോൾ ഉണ്ടാകും, സബ്സ്റ്റൻസ് ഉണ്ടാകും, പക്ഷേ അവർ സമ്മതിക്കത്തില്ല നമ്മൾ കേസ് എടുക്കുന്നത്. കേസ് എടുത്തില്ലേ അതിനെക്കാട്ടി നമുക്ക് ഒരു പ്രൊവിഷനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല, പ്രീ ബാർഗെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ നമ്മുടെ CRPCയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട്. അതായത് അത് നമ്മുടെ ഈ ഭാരതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് പ്രാക്ടിക്കലി പറ്റത്തില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരാൾ സത്യസന്ധമായിട്ട് സത്യം പറയത്തില്ല. സത്യം പറഞ്ഞാലേ അതിൻ്റെ അകത്തത് ഈ ആ സെക്ഷൻ കൊണ്ട് അതിലെ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണ് അവിടെ ഏറ്റവും പ്രധാനം ഒരു സത്യം പറയും. ഒരു സെക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അതിന് പ്രീ ബാർഗെയിനിങ്, പ്രീ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ കുറച്ച് പറഞ്ഞ പോലെ കോടതി വിധി നിറം വരെ തടവോ അല്ലെ ഒരു ഫൈനായിട്ടോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഒരാളും അത് ഞാനൊരു കുറച്ച് കേസ് ഞാൻ നോക്കി, പക്ഷെ ഒരാളും സത്യം പറയത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കോടതിയിലെ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വരും. അപ്പം അവിടെ ചെന്ന് ഡിലേ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോടതിയിലേക്ക് നിങ്ങൾ അവിടുന്ന് ഇതൊരു ഫോർവേഡ് ചെയ്യിച്ചതാ, അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞു വിടും. കാരണം ഞാനൊരു
5-6 വർഷം പ്രോസിക്യൂട്ടർ ജൂനിയറായിട്ട് 6-7 വർഷത്തോളം പ്രോസിക്യൂട്ടർ ജൂനിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാം, എല്ലാ പ്രയാസങ്ങളും അറിയാം. ഇതെല്ലാം 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറുടെ കൂടെ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് അറ്റോർണിയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ കാലങ്ങളിൽ. എന്തായാലും ഇന്ന് നിങ്ങളുടെ ഈ സബ്ജക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്, സാറിനെയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇതെല്ലാം വിശദമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട അറിവും അതുപോലുള്ള ഉപദേശങ്ങളും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായ വിഷയം പോലീസ് പരിഷ്കരണങ്ങളും പ്രൊഫഷണൽ പോലീസും എന്നതാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ ചെയ്യുന്നില്ല, ചില ചിന്തകൾ പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും മനോഹരമായ ഈ പോലീസ് ജില്ലാ ആസ്ഥാനത്തേക്ക് കടന്നു വരാൻ ഇടയായതിനുള്ള എൻ്റെ വലിയ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ജില്ലാ പോലീസ് ഓഫീസിൽ കടന്നു ചെല്ലുന്നത് കൊല്ലം ജില്ലാ പോലീസാണ്. അന്നിവിടെ ട്രെയിനിങ്ങിന് വരുമ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നത് മരിച്ചുപോയ ശ്രീ TS വിശ്വനാഥ പിള്ളയായിരുന്നു. അദ്ദേഹം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കുമ്പോൾ 1977 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജില്ലാ പോലീസ് മേധാവിയെ പോയി കാണുന്നത്. അന്ന് ഈ കെട്ടിടമല്ല, വളരെ കെട്ടിടം, ഇപ്പോഴുള്ള കെട്ടിടമല്ല. ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നു, അന്ന് കണ്ടതിന് ശേഷം ഇതുവരെ ഞാൻ കണ്ട പോലീസ് ഓഫീസുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്നത് ഈ കൊല്ലം ഞാൻ കാണാത്തത് പലതും കൊണ്ടിട്ടോ. ഞാൻ റിട്ടയറിന് ശേഷം വന്ന പലതും ഞാൻ കണ്ടിട്ടില്ല. കണ്ടതിൽ വെച്ച് കൊള്ളാവുന്നത് ഈ പോലീസ് ഓഫീസാണ്. എനിക്ക് സന്തോഷത്തിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ കൊല്ലം റൂറൽ പോലീസ് ജില്ലാ പോലീസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതും അത് രൂപീകരിച്ചതും ഞാനാണ്. അന്ന് വഴിയരികിൽ ഒരു കടയുടെ പുറത്തായിരുന്നു, ശാസ്താംകോട്ട റോഡിൽ. അപ്പോൾ കൊല്ലത്തും തൃശ്ശൂരും ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. തൃശ്ശൂരായപ്പോഴത്തേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് തൃശ്ശൂരിൽ ഞാൻ തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർക്കും സംബന്ധിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 2011 ഫെബ്രുവരി അവസാനം മാർച്ച് 1-നോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഏതാണ്ട് 13 വർഷം കൊണ്ട് ഇത്ര നല്ല രീതിയിൽ, ഇത്ര വിശാലമായ ഒരു സ്ഥലത്ത്, ഇത്ര സൗകര്യപ്രദമായി, അത്യധികം വൃത്തിയോടെ, കാരണം ഇത്രമാത്രം വൃത്തിയായിട്ട് കിടക്കുന്ന സർക്കാർ ഓഫീസ് ഈ പോലീസ് ആസ്ഥാനം മാത്രമാണ്. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും, ഒരാൾ സാബു വിചാരിച്ചാൽ മാത്രമേ നടക്കുകയില്ല, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അതിനായിട്ട് അഭിനന്ദിക്കുന്നു. പ്രൊഫഷണൽ പോലീസിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ശേഷമുള്ള പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ഇപ്പോഴത്തെ പോലീസാണ്, ഞങ്ങളൊക്കെ ഉള്ള കാലത്തായിരുന്നു പോലീസ്. ഇത് ഞാൻ 1976-77 കോഴിക്കോട് പരിശീലനത്തിനായിട്ട് ചെന്നപ്പോൾ എന്നെ കണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ സാധാരണ ഉപയോഗിക്കാവുന്ന വാക്കാണ്. പോലീസ് ട്രെയിനിങ് കോളേജ് വന്നപ്പോഴും ഉപയോഗിക്കുന്ന വാക്കായിരുന്നു. പഴയ തിരുവിതാംകൂറിലെ പോലീസായിരുന്നു പോലീസ്, ഇപ്പോഴെന്താ പോലീസിന് നല്ല വിലയുണ്ട്. ഇപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കേരള പോലീസിനെ നിരീക്ഷിക്കുകയാണ്. ഒന്നിലും ഞാൻ ഇടപെടാറില്ല. നിരീക്ഷിക്കുമ്പോൾ ഞാൻ കാണുന്നത് അടിക്കടി എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും അടിക്കടി പോലീസിൻ്റെ പ്രവർത്തനം നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് ഞാൻ വെറുതെ പറയുന്നത്. 2 കേസുകളുടെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് രണ്ടും കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ നടന്ന കേസാണ്. 2 കേസുകൾ. അത് ലോകത്ത് എനിക്കറിയാവുന്ന ലോക പോലീസിൻ്റെ നിലവാരം വെച്ചും ലോക പോലീസിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചും
2 കേസുകളുടെ കാര്യം ഞാൻ പറയാം. ഒന്ന്, എൻ്റെ സ്വന്തം ജില്ലയായ എൻ്റെ വീടിന് 15 കിലോമീറ്റർ അകലെ മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ വില്ലേജിലാണ് താമസിച്ചത്. അടുത്ത കാലത്ത് മരിച്ചുപോയ ഗാന്ധിമതി ബാലൻ, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ വീട്ടിൽ മഹാത്മാഗാന്ധി ഇലന്തൂർ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമി എന്ന് പറയാവുന്ന ഇലന്തൂരിലാണ് ഈ നരബലി നടന്നത്. നരബലി, ആ നരബലി കേസിന്റെ അന്വേഷണം നിങ്ങൾ ആലോചിച്ചു എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കും? ഏതോ ഒരു സാധു സ്ത്രീ ഒരു പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതോ സമ്പത്ത് കൊണ്ടോ ജോലി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും ഒരു പ്രത്യേക മാഹാത്മ്യം അവകാശപ്പെടാത്ത ഒരു സാധു സ്ത്രീ അവര് അപ്രത്യക്ഷയാകുക, ഒന്നുമല്ലാത്ത ഒരു ശുപാർശ പറയാൻ പോലും കെൽപ്പില്ലാത്ത വേറൊരു മകൾ ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ പറയാം. അത്ര ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. അതിൽ DGP അറിയുന്നില്ല, ആഭ്യന്തരമന്ത്രി അറിയുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷേ 6ാം ദിവസം നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. അതിപ്പുറം അത് എറണാകുളത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയി തിരുവല്ലയിൽ ഇവിടെ വന്നിറങ്ങി, അവിടെ നിന്ന് ഒരു റിമോട്ട് പ്രദേശമായ എലന്തൂരിലേക്ക് പോകുന്നു. അവിടെ അത്യധികം ദുരൂഹം, ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, സാധാരണ നമ്മൾ കൊലക്കേസൊക്കെ തെളിയിക്കുന്ന ഉടനെ അതിന്റെ പ്രസിഡന്റ് നോക്കിയാണ് മുൻകാലത്തിൽ എന്ത് സംഭവിച്ചു, ഇതൊന്നുമില്ലാത്ത ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു കൊലപാതകം എത്ര ആയാസരഹിതമായിട്ടാണ് കേരള പോലീസ് തെളിയിച്ചത്. അത് ഒരു ഉദ്യോഗസ്ഥനല്ല, എറണാകുളത്തും തിരുവല്ലയിലും ആറന്മുളയിലും ഒക്കെയുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാ റാങ്കിലും പെട്ട ഉദ്യോഗസ്ഥന്മാർ, അവര് ചെയ്യേണ്ടതായ, അവര് നിരീക്ഷിക്കേണ്ടതായ, അവർ കണ്ടുപിടിക്കേണ്ടതായ ഓരോ ചെറിയ കാര്യങ്ങളുടെയും ഒരു ശൃംഖല കുറ്റമറ്റ രീതിയിൽ ഓരോ സമയത്തും കണ്ടുപിടിച്ച് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിണക്കിയപ്പോഴാണ് ആ കേസ് തെളിഞ്ഞത്. അന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി, ഇത് ലോകത്തിലെ വേറൊരു പോലീസ് ഫോഴ്സും ഈ കേസ് തെളിയിക്കുകയില്ലായിരുന്നു. ഒരു പക്ഷേ ഈ കേസ് ഇവിടുന്ന് ബോഡി കിട്ടിയായിരുന്നു ചിലപ്പോൾ തെളിയിച്ചേനെ. ആറന്മുള ബോഡി കിട്ടിയായിരുന്നെങ്കിൽ അതിനുശേഷം ഈ കേസ് തെളിയിക്കും. അങ്ങനെ മിക്കവാറും എല്ലാ പോലീസും തെളിയിക്കും ആറന്മുളയിൽ നിന്ന് ശരീരം കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മിസ്സിംഗ് പേഴ്സൺ കേസാണ്. എപ്പോഴും നാടോടിയായി നടക്കുന്ന ഒരു സ്ത്രീ അപ്രത്യക്ഷയായി എന്നുള്ള ഒരു വിവരം വളരെ താമസിച്ച് കിട്ടിയിട്ട് പോലും CCTV ക്യാമറ നോക്കുന്നു, ടാക്സിയുടെ നമ്പർ നോക്കുന്നു, ബാക്കി സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിക്കുന്നു, ടെലിഫോൺ റെക്കോർഡ് നോക്കുന്നു, കോൾ ഡീറ്റെയിൽസ് അസർട്ടൈൻ ചെയ്യുന്നു, കോൾ ഡീറ്റെയിൽസ് എവിടെ നിന്നൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ വളരെ ഊർജ്ജസ്വലമായ വലിയ അന്വേഷണം, ശാസ്ത്രീയമായ അന്വേഷണം. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെയും ഭേദ്യം ചെയ്യാൻ, ആരെയും വരുത്താതെ, ആരുടെയും ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയാണ് ഈ കേസ്. കാരണം പോറൽ ആരുടെയും ദേഹത്ത് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, കേസ് തെളിയിച്ചു. രണ്ടാമത്തെ കേസ്, നിങ്ങൾ എത്ര പേര് ഭാഗവാക്കാണെന്ന് എനിക്കറിയാം. ഞാൻ അത്ഭുതസ്ഥനായ കേസ് നമ്മുടെ കുട്ടിയെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. പോയോ? അതിപ്പോൾ നടന്നിട്ട് എത്ര നാളായോ? 10 മാസമായോ? 8-9 മാസമായോ? ഡിസംബറിലാണ്. ആ കുട്ടിയെ കാണാതെ പോയ സംഭവം. ഏതോ ഒരു റിമോട്ട് വില്ലേജിൽ നിന്ന് ആരോ വന്ന് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പറഞ്ഞുകൂടെ, ആർക്കും പറഞ്ഞുകൂടെ, ഏതോ ഒരു കുട്ടിയെ ഏതോ ഒരു കാറിൽ ആരോ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയി. 48 മണിക്കൂറിനുള്ള ആ കുട്ടിയെ കിട്ടി, അതിന്റെ പ്രതികളെയും കിട്ടി, എല്ലാം കിട്ടി. ആദ്യം കുട്ടിയെ കിട്ടില്ല എന്ന് പറഞ്ഞു, കുട്ടിയെ കിട്ടുമ്പോൾ ഇനി പ്രതിയെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം കിട്ടി. ആരെങ്കിലും ഇടിച്ചിട്ടാണോ? ആരെങ്കിലും വന്ന് കൺഫ്യൂസ് ചെയ്തിട്ടാണോ? ഒന്നുമല്ല. നിരവധി പോലീസുകാർ, ഈ ജില്ലയിലുള്ള പോലീസുകാരും ഇതിന്റെ സമീപ ജില്ലയിലുള്ള പോലീസുകാരും, എല്ലാ പോലീസുകാരും മേലുദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ച് കിട്ടാവുന്ന എല്ലാ ക്ലൂസും പരിശോധിച്ച്, എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു മാന്ത്രികൻ അയാളുടെ വേദിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു
ഒരു കുട്ടിയെ ഒരു തൊപ്പിക്കകത്ത് നൽകുന്നത് പോലെ ഈ കുട്ടിയെ കണ്ടുപിടിക്കുകയും അതിന്റെ പ്രതികളെ കണ്ടുപിടിച്ച് അതിനേക്കാൾ സമർത്ഥമായിട്ടാണ് അങ്ങനെ ഇത് രണ്ടും പ്രൊഫഷണൽ പോലീസിങ്ങിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ശേഷിയുള്ള ഒരു പോലീസ് സേന ഒരു രാജ്യത്തുമില്ല. ഇത്രയധികം വിദ്യാഭ്യാസമുള്ള പോലീസ് സേന അമേരിക്കയിലും ഇല്ല, ഇംഗ്ലണ്ടിലും ഇല്ല, അവിടത്തില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. നമ്മുടെ സമൂഹത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരം നോക്കുമ്പോൾ ആ സമൂഹത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്ന് വളരെ ഉന്നതമായ നിലവാരത്തിലുള്ളവരാണ് കേരളത്തിലെ പോലീസിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട അറിവും മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യാനുള്ള കഴിവും എല്ലാം ഇപ്പൊ കേരള പോലീസിന്റെ സ്വായത്തമാണ്. നമ്മൾ 2004 എല്ലാ പോലീസുകാരെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചത്. നിങ്ങൾ അതിനുശേഷം ജോയിൻ ചെയ്തവരാണ് എന്ന് വിചാരിക്കുന്നത്. 2003 മുമ്പാണ്. അപ്പൊ 2003 ഈ സജഷൻ മുമ്പോട്ട് വന്നപ്പം കേരള പോലീസ് അക്കാദമിയും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരുന്ന് കേരളത്തിലെ പോലീസുകാരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു ഇത് എന്തിനാണ് പോലീസുകാർ പല കടത്തെണ്ണയിലും ഇരുന്ന് പിക്കറ്റ് പോസ്റ്റ് ജോലിയാവുന്നവരാണ്. എമാരെയൊക്കെ എയർ കണ്ടീഷൻ എടുത്ത് പഠിപ്പിച്ചാൽ എമാർക്കൊക്കെ ജോലി ചെയ്യാൻ സാധിക്കില്ല. പോലീസിന്റെ യഥാർത്ഥ ജോലി ചെയ്യുമ്പോൾ ഇവരൊക്കെ പോകത്തില്ല. പക്ഷെ അത് ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പം ഇന്ത്യയിലെ ഒരു പോലീസ് സേനയിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവരില്ല. ഇന്ന് കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. എല്ലാ പോലീസുകാർക്കും എല്ലാ വിധത്തിലുള്ള കമ്പ്യൂട്ടറുകളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായി. അപ്പൊ അങ്ങനെ സാങ്കേതികവിദ്യ കരസ്ഥമാക്കുന്നതിൽ വായിച്ച് മനസ്സിലാക്കുന്നതിൽ ഒക്കെ പോലീസ് വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതാണ് പോലീസിനെ കുറിച്ച് പറയാനുള്ള, പൊതുവെ പോലീസിന്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ബോധ്യം. എന്നാൽ അതേസമയം തന്നെ നമ്മളൊരു പ്രൊഫഷണൽ പോലീസ് ആകുന്നതിന് ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ ഡിസ്ട്രിക്ട് ജഡ്ജി ശ്രീ ജയകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇപ്പോഴും താലൂക്ക് ആണോ ഈ കരാമുറി പകുതി ഒക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ ഏത് പകുതിക്കാരനാണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അജ്ഞാതമായിട്ടുള്ള ചില സംജ്ഞാ രീതികൾ കൊണ്ട് നമ്മുടെ കോടതികൾ, അദ്ദേഹം ഇപ്പൊ പറയണമെന്ന് വിചാരിച്ചതാണ്, നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ കോടതികൾ മിക്കവാറും വരുന്നില്ല. കാരണം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പോസ്റ്റൽ അഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു. 2009 ഞാൻ ഇഷ്യൂ ചെയ്തൊരു സർക്കുലറുണ്ട്. എന്താ, നിങ്ങളൊരു വിറ്റ്നസിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ വിറ്റ്നസിന്റെ ഇമെയിലും മൊബൈൽ ഫോൺ നമ്പറും വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ചേർക്കണം. പക്ഷെ അതൊന്നും 2009 ഞാൻ എഴുതിയ സർക്കുലറാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ എന്താ ഗുണം? നമ്മൾ ഒരു കൊല്ലം നമ്മൾ 10-20 ലക്ഷം സമൻസാണ് കോടതികളിൽ നിന്ന് സെർവ് ചെയ്യുന്നത്. ഈ സമൻസിന്റെ ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് കോടതിയിൽ നിന്ന് തന്നെ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ വേറെ അദ്ദേഹം പറഞ്ഞ പോലെ അത്ര വലിയ കാര്യമല്ല, കോടതിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ കോടതിക്ക് അതിനനുസൃതമായ ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടെങ്കിൽ വാറന്റ് ഒഴിച്ച് ബാക്കി ഒരു കാര്യവും പോലീസ് സ്റ്റേഷനിലേക്ക് കോടതി അയക്കേണ്ട കാര്യം പോലും ഇല്ല. ഇത് മാത്രം ജോലിയാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ ഒരു ശരാശരി പോലീസ് സ്റ്റേഷനിൽ എത്ര സമൻസ് ആണ് ഒരു വർഷം കിട്ടുന്നത്? ഞാൻ DGP ആയിരുന്നു, 20 ലക്ഷം സമൻസ് ആയിരുന്നു കേരളത്തിൽ കിട്ടുന്നത്. ഇപ്പൊ എത്രയും നീ കണ്ടിട്ടുണ്ട്. ഇപ്പം അതിനുള്ളിലേക്കാണ് ഇപ്പൊ നമ്മുടെ ആർട്ടിഫിഷ്യൽ ക്യാമറകൾ വന്നപ്പോൾ ഇതിന്റെ എണ്ണം ആയിരക്കണക്കിന് മാറി. അപ്പം തിരുവനന്തപുരത്ത് ചീഫ് ജിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പാകെ ഒരു കേസ് വന്നു. അത് 2011 കേസാണ്. അദ്ദേഹം പറഞ്ഞു, മനസ്സിലായി, 2011 കേസാണ്. 8 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആ കേസ് ഇപ്പോഴും നടക്കുന്ന 8 കൊല്ലമായിരുന്നു. അപ്പോൾ നമ്മൾ ട്രയൽ നടത്തുന്നത് ഭൂതകാലത്തിലെ ട്രയലാണ്. ഇപ്പൊ 2011 നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രയൽസ് 20ാം നൂറ്റാണ്ടിലെ ട്രയൽസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ശരാശരി കോടതി ഡിസ്പോസൽ ടൈം 10 കൊല്ലമാണ്.
മർഡർ കേസിന്റെ ശരാശരി. നമ്മൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം മോഡേണൈസ്ഡ് ആകാനുണ്ട് നമ്മുടെ കോടതിയിൽ. ഞാൻ കുറ്റം പറയുകയല്ല, നമ്മൾ മോഡേണൈസ് ചെയ്തതിനേക്കാൾ വളരെ വേഗത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കോടതികൾ മോഡേണൈസ് ചെയ്താലേ പോലീസിന്റെ പല മോഡേണൈസേഷൻ കാര്യങ്ങളും ഫലവത്താകുകയാണ്. നമ്മൾ കോടതിയിലേക്ക് ജയിലിൽ നിന്ന് സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്യാം, കൊണ്ടുപോകാം. നമ്മുടെ വലിയൊരു ജോലി ഭാരമാണ്. റിമാൻഡ് പ്രസന്റേഷൻ അല്ല, ഹിയറിങ്ങിന് എല്ലാ എന്താണ് ഡേറ്റിൽ എന്താ പറയുന്നത്, എല്ലാ പോസ്റ്റിംഗ് ഡേറ്റിലും പ്രതിയെ ഹാജരാക്കുക, തിരിച്ചു കൊണ്ടുപോകുക. ഇത് പോലീസിന്റെ വലിയൊരു ജോലിയാണ്. അത് പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ കോടതികളും ജയിലുകളും തമ്മിൽ വീഡിയോ ലിങ്കേജ് ഉണ്ടെങ്കിൽ ഒരു പോലീസിന്റെ ആവശ്യമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മോഡേണൈസേഷൻ പോലീസിന്റെ പുറത്തുള്ള മേഖല, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പോലീസ്. അതിൽ പോലീസുണ്ട്, അതിൽ പ്രോസിക്യൂഷൻ ഉണ്ട്, അതിൽ കോടതികളുണ്ട്, അതിൽ ജയിലുകളുണ്ട്, അതിൽ പ്രൊബേഷൻ സിസ്റ്റം ഉണ്ട്. ഈ 5-6 മേഖലകളിൽ ഒന്ന് മാത്രമാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ പോലീസുള്ളത്. അപ്പൊ മാറണം എന്നുണ്ടെങ്കിൽ, ആധുനികവൽക്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാം മാറണം. അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ധാരാളമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുണ്ട്. അത് ശരി തന്നെ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാര്യം. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ധാരാളം ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മളൊരു പ്രൊഫഷണൽ പോലീസ് ആകണമെങ്കിൽ, നമ്മൾ പ്രൊഫഷണൽ പോലീസ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട കാര്യമില്ല. റിയലി നമ്മളൊരു പ്രൊഫഷണൽ പോലീസാണ്. അതിലൊന്ന്, ഒരു മോഡേൺ പോലീസ് ഫോഴ്സ് ആകണമെങ്കിൽ, ഒരു പ്രൊഫഷണൽ പോലീസ് ആകണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രൊഫഷൻസിന്റെ കാര്യം നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന 2 പ്രൊഫഷൻസാണ്. ഒന്ന് ഡോക്ടർ, മറ്റേത് ലോയർ. രണ്ടും റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻസ്. ഒരു പ്രൊഫഷന്റെ ഏറ്റവും വലിയ മോഡൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷൻ. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അഡ്വക്കേറ്റ്സ്. അഡ്വക്കസി ഈസ് വൺ ഓഫ് ദി വെരി ഓണേഡ് പ്രൊഫഷൻസ് ഓഫ് ദ വേൾഡ്. 2 പ്രൊഫഷൻസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ, തെളിവ് നിയമങ്ങൾ, നടപടി നിയമങ്ങളെല്ലാം ഇന്ന് മാറുകയാണ്. ഇത് ഇന്ന് മുതൽ അനുവർത്തിക്കേണ്ട ലീഗൽ ബാധ്യത ആർക്കാവുന്നത്? ഇന്ന് ഇവിടെ അടിപിടി നടന്നാൽ സാബു ഏത് സെക്ഷൻ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് സാബുവിന് മാത്രമുള്ള ബാധ്യതയാണ്. ഞാനീ പറഞ്ഞ പ്രൊഫഷണലുള്ള മറ്റാർക്കും ഈ ബാധ്യതയില്ല കേട്ടോ. ഇത് നടക്കുമ്പോൾ നിങ്ങൾ രാവിലെ അങ്ങോട്ട് കൊട്ടാരക്കര ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ 2 പേര് തമ്മിൽ അടിപിടി കൂടുന്നു. ആ അടിപിടി കൂടുന്നതിൽ 3 പേര് കൂടി അടിപിടി കൂടിയാൽ ഇപ്പോൾ ഒരു പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. ഏതാണോ? 100. ഒരു പുതിയ സെക്ഷൻ 100 വന്നിട്ടുണ്ട്. ആ 100 പറയുന്നത് സംഘടിത കുറ്റകൃത്യമാണ്. 101 പറയുന്നത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമാണ്. വേണമെന്നുണ്ടെങ്കിൽ 4-5 പേര് കൂടി ഒരാളെ അടിച്ചാൽ ഞാൻ വായിച്ചിടത്തോളം നിങ്ങൾക്ക് 101 കേസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പഴയ പതിവ് അനുസരിച്ച് നിങ്ങൾ അങ്ങനെ കേസെടുക്കാൻ പോകുന്നത് ഒന്നുകിൽ 160 കേസെടുക്കും, പബ്ലിക് അഫ്രേ എന്ന് പറഞ്ഞ കേസെടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ 324 അല്ലെങ്കിൽ 341, 323 വെച്ചായിരിക്കും നിങ്ങൾ കേസെടുക്കാൻ പോകും. അബദ്ധവശാൽ നിങ്ങൾ ഇത് ചെയ്തെങ്കിൽ അല്ല, കേസ് വിടുന്നോളല്ല, ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഇത് 101 വെച്ചെടുക്കേണ്ട കേസായിരുന്നു. പോലീസിന്റെ അലംഭാവം കൊണ്ട് നിങ്ങൾ ആ കേസ് എടുത്തില്ല, അവനെതിരായിട്ടൊരു ചാർജ് കൊടുക്കുക. പക്ഷെ ഇത് വായിച്ച പ്രോസിക്യൂട്ടർ വക്കീലുണ്ട്, ഇത് കോടതി ചെന്നപ്പോൾ വായിച്ച മജിസ്ട്രേറ്റ് ഉണ്ട്, അവിടുത്തെ ബെഞ്ച് ക്ലർക്കുണ്ട്. ആരും ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ പോലീസ് ഒരു പുസ്തകത്തിന്റെ സഹായമില്ലാതെ, മറ്റാരുടെയും സഹായമില്ലാതെ, ആരോടും സംശയ നിവൃത്തി വരാനുള്ള സാഹചര്യമില്ലാതെ വെറുതെ വഴിയും കൂടെ നടക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളും
അറിഞ്ഞ് അതിന്റെ വരുംവരാഴികളെ കുറിച്ച് ചിന്തിച്ച് വിവിധ വകുപ്പുകളുടെ ആപ്ലിക്കബിലിറ്റിയുടെ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി യോജ്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വേണ്ടത്ര അനുകമ്പയോടെ, എന്നാൽ അത്യാവശ്യം വേണ്ട രൗദ്രഭാവത്തിൽ. അനുകമ്പയും വേണം, രൗദ്രഭാവവും വേണം, ഇല്ലേ? വിക്ടിമിനെ കാണുമ്പോൾ നമ്മൾ സിമ്പതി കാണിക്കണം, അടിച്ചവനെ കാണുമ്പോൾ നമ്മളൊന്ന് രൗദ്രഭാവം വേണം. ഒരേ സമയം മോഹൻലാലിനോ മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത സംഗതിയാണ് ഇത്. ഒരേ സമയം വിക്ടിമിനോട് നമ്മൾ അനുകമ്പ, മറ്റേ സമയത്ത് പ്രതിയോട് രൗദ്രം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാനസിക വ്യാപാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി പോവുകയും അത് വലിയ വലിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്ലേഷിച്ചെടുക്കുകയും അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റ രീതിയെ മാറ്റുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു ജോലിയാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യേണ്ടതല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാലാകാലങ്ങളായിട്ട് പോലീസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ജോലിയുടെ അളവ് വളരെ കൂടിയിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു അശ്ലീല മെസ്സേജ് അയച്ചാൽ അത് IPC പ്രകാരം ഒരു കോഗ്നൈസബിൾ കുറ്റമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കേസ് എടുക്കേണ്ടി വരും? ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും അവർക്ക് കിട്ടിയ അശ്ലീല മെസ്സേജിനെ കുറിച്ച് പരാതി പറഞ്ഞാൽ എത്ര കേസ് എടുക്കേണ്ടി വരും? അപ്പൊ അത്ര വ്യാപ്തിയാണ്. കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമോ, കുടുംബത്തിനകത്തുള്ള കേസ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് നമ്മൾ കേസെടുക്കും. വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോഴിക്കോട്. കോഴിക്കോട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. അത് എന്തുകൊണ്ട് മീൻചന്ത SI തടഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. കൊണ്ടുപോയി എന്തെല്ലാം ഉത്തരവാദിത്തമാണ് പോലീസിന് വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ജോലി വർധന. ട്രാഫിക്, ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ കേരളത്തിൽ 60 ലക്ഷം വാഹനങ്ങളെ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ 180 ലക്ഷം വാഹനങ്ങളായി. ഞാൻ സർവീസിൽ ചേർന്നപ്പോൾ ഇവിടെ 1 ലക്ഷത്തിൽ താഴെ വാഹനങ്ങളായി. 1976 കേരളത്തിൽ 1 ലക്ഷത്തിൽ താഴെ വാഹനങ്ങളായി. ഞാൻ റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് 60 ലക്ഷമായി. ഇപ്പൊ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് അത് 180 ലക്ഷമായി. ഇപ്പൊ ഗതാഗതം നിയന്ത്രിക്കുന്നത് തന്നെ എത്രമാത്രം വിഷമമുള്ളൊരു കാര്യമായിട്ടുണ്ട്. ഇപ്പൊ ജോലി ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇപ്പൊ നേഴ്സിങ്ങിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു വലിയ ആരോഗ്യ സ്ഥാപനം നടത്തുകയാണ്. നേഴ്സിങ്ങിനെ സംബന്ധിച്ച് നാഷണൽ അക്രഡിറ്റേഷൻ ബ്യൂറോ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവർക്കൊരു നേഴ്സിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താ? 6 രോഗികൾക്ക് ഒരു നേഴ്സ് ഒരു ഷിഫ്റ്റിൽ വേണം. അപ്പോൾ 6 രോഗികൾ ഒരു ആശുപത്രിയിലുണ്ടെങ്കിൽ 3 നേഴ്സസിനെ നിയമിക്കണം. ഇതാണ് നേഴ്സിംഗ് സ്റ്റാൻഡേർഡ്. ഇതുപോലെ പോലീസിന് വല്ല സ്റ്റാൻഡേർഡ് ഉണ്ടോ? സ്റ്റാൻഡേർഡ് ഉണ്ടോ? നിങ്ങൾ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? പോലീസ് എങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ല? വാട്ട് ഈസ് എ വർക്ക് സ്റ്റാൻഡേർഡ്? ഹൗ മെനി കേസസ് ഷുഡ് എ സബ് ഇൻസ്പെക്ടർ ഇൻവെസ്റ്റിഗേറ്റ്? CBIക്ക് ഉണ്ട്. അതുകൊണ്ടാണ് CBI എല്ലാ കേസ് കൊടുക്കാത്തത്. CBIക്ക് പറഞ്ഞിട്ടുണ്ട്, CBI ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് 20 കേസ് ആണ്ടിൽ അന്വേഷിച്ചാൽ മതി. അപ്പോ അനന്തമായി നീളുന്ന നിയമങ്ങളുടെ സൈഡിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പുതിയ, എനിക്ക് പേര് പറയാൻ അറിഞ്ഞൂടാ, പുതിയ ഇന്ത്യൻ പീനൽ കോഡ്, ഭാരതീയ ന്യായ സംഹിത. അപ്പൊ അതിന്റെ പേര് പറയാൻ ഒരു പ്രയാസമാണ്. ഈ ഭാരതീയ ന്യായ സംഹിത മുഖ്യമായി വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത് പറയുന്നത്. അപ്പൊ അതില് ഏതാണ്ട് 10-40ഓളം പുതിയ കുറ്റകൃത്യങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇന്നലെ വരെ കുറ്റകൃത്യമല്ലാത്ത സംഗതികൾ ഇന്നും ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അങ്ങോട്ട് വർദ്ധിക്കും. പണ്ട് കുറ്റകൃത്യമല്ലാതിരുന്ന പല സംഗതികൾ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിവിടെ കേരളത്തിൽ വരുമ്പോൾ സർക്കാരടുത്ത് ചാരായം വിട്ടുകൊണ്ടിരുന്നു അല്ലേ? നിങ്ങൾക്ക് SI ആയിരിക്കുമ്പോൾ ചാരായം വിൽക്കുന്നതിന് പോയിട്ടുണ്ട് അല്ലേ? അല്ലേ? അനുഭവം നിങ്ങൾ 95-ലാണോ? അതിന് മുമ്പ് വന്നവരെല്ലാം ചാരായക്കടയ്ക്ക് സമാധാനപരമായ ചാരായം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നവരാണ് എല്ലാ പോലീസുകാരും. കേരളത്തിൽ എങ്ങനെ സമാധാനപരമായ ചാരായം വിൽപ്പന നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നവരാണ് ഞാൻ ഉൾപ്പെടെ. നിങ്ങൾ പലരുമല്ലായിരുന്നു. ഒരു ദിവസം രാവിലെ നിയമം മാറിയപ്പോൾ ചാരായ വിൽപ്പന നിയമ ലംഘനമായി. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഇപ്പം മണൽ വാരുന്നു. 1975 ഞാനിത് മനോരമയ്ക്കകത്ത് എഴുതുന്ന എൻ്റെ പേരിൽ ഒരാളോട് കേസ് കൊടുത്തു. മണൽ വാരാൻ. കാരണം 1975
71 എൻ്റെ പിതാവിൻ്റെ വീട് വന്നപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള പമ്പാ നദിയിൽ നിന്ന് മണൽ വാരിയാണ് ഞങ്ങൾ വീട് വെച്ചത്. അന്ന് അത് കുറ്റകൃത്യമല്ല. ഇപ്പോൾ അങ്ങനെ മണൽ വാരിയാൽ എൻ്റെ പിതാവും ഞാനും അകത്തോ. അപ്പം കുറ്റകൃത്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതിഭീമമായിട്ട്. നിങ്ങൾ ലിസ്റ്റ് എടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ നടപ്പാക്കുന്ന നിയമങ്ങളിൽ എത്ര നിയമങ്ങൾ 1960 ഉണ്ടായിരുന്നു എന്ന് ലിസ്റ്റ് എടുത്താൽ മതി. FIR എടുക്കുക, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ FIR എടുക്കുക. അതിൽ ഏതൊക്കെ കൃത്യങ്ങൾ 1960 ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അതിന് ആനുപാതികമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് വർക്ക് ലോഡ് അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതല്ല. ഇത് പോലീസ് കളിപ്പിച്ചെന്നോ ആരെങ്കിലും കളിപ്പിച്ചെന്നോ പറയുമ്പോൾ ഇതിങ്ങനെ തന്നെ കോടതികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ തന്നെ കോടതികളുടെ സംഖ്യാബലവും ആ കോടതിയിൽ വിചാരണയിൽ ഇരിക്കുന്ന കേസുകളുടെ എണ്ണം അനുസരിച്ച് ജഡ്ജിമാരുടെ എണ്ണവും മജിസ്ട്രേറ്റുമാരുടെ എണ്ണവും സെഷൻ ജഡ്ജിമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചാൽ മാത്രമേ നാം അഭിമുഖീകരിക്കുന്ന പൊതുജനങ്ങളുടെ മനോഭാവത്തിന് കാര്യമായ മാറ്റം വരികയുള്ളൂ. അങ്ങനെ ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അപ്പോൾ ഇതിന് എണ്ണം കൂടേണ്ടതായിട്ട് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് ഞാൻ ഇവിടെ തന്നെ ഈ കുന്നിനെ തന്നെയാണ് ദൃഷ്ടാന്തം പറയുന്നത്. ഏതാണ്ട് 1 കൊല്ലം മുമ്പ്, 1.5 കൊല്ലം മുമ്പ് നിങ്ങളുടെ അടുത്ത ഒരു ആശുപത്രിയിൽ ഒരു സംഭവം നടന്നു ഇല്ലേ? പറഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ആകപ്പാട് ഇത് ഫ്ലാഷാണ്. അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസികമായി പിരിമുറുക്കമുള്ള, ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ശുശ്രൂഷിക്കുന്നതിനോ വേണ്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലീസിനുമില്ല, ആശുപത്രിയില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ആശുപത്രി ചെല്ലുകയാണ്, ആശുപത്രിയിൽ എക്സ്റേ ഇല്ല പറഞ്ഞിരിക്കുന്ന ആശുപത്രിയെ കുറിച്ച് ഇവിടെ എക്സ്റേ ഇല്ല. ആശുപത്രി വളരെ വളരെ മോശം ആശുപത്രിയാണ്. അപ്പൊ ആശുപത്രി പ്രൊഫഷണൽ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റേ വേണം, അൾട്രാസൗണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ കുട്ടിക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതുപോലും ഇല്ലാത്ത ആശുപത്രിയാണ്. ചാപിള്ളയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആശുപത്രിയാണ്. കാരണം അവിടെ USG സ്കാൻ ഇല്ല, അവിടെ ആ പരിക്ക് പറ്റിയാൽ പരിശോധിക്കാൻ CT സ്കാൻ ഇല്ല, അവിടെ എമർജൻസിക്ക് കൊടുക്കാനുള്ള മരുന്നില്ല, പാമ്പ് കടി എത്തിയാൽ അവിടെ കൊടുക്കാൻ ആന്റി വെനമില്ല. ഇതൊക്കെ ഒരു ആശുപത്രിയുടെ പരാധീനതകളാണ്. എന്ന് പറയുന്നത് പോലെ നമ്മൾ സാധാരണ ജോലി ചെയ്യുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ചില പ്രത്യേക സ്ഥിതിവിശേഷങ്ങളുണ്ട്. ആ സ്ഥിതിവിശേഷങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള മതിയായ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം. അതിന് പറ്റിയ വാഹനങ്ങൾ നമുക്കുണ്ടോ? പ്രിസണേഴ്സ് ട്രാൻസ്പോർട്ടിനുള്ള വാഹനങ്ങൾ എന്താണ്? ഇതിന് ന്യൂയോർക്ക് പോലീസോ ബ്രിട്ടീഷ് പോലീസോ സ്വീകരിക്കുന്ന രീതിയാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ബ്രിട്ടീഷ് പോലീസിനെ പോലെ SI പെരുമാറിയില്ല എന്നുള്ള ആരോപണങ്ങൾ കേൾക്കാം ഇല്ലേ? ബ്രിട്ടനിലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു. ഇവിടുത്തെ പോലീസ് എന്താ? ഇവിടെ ധാരാളം ആളുകൾ ദേശത്ത് പോകുന്നതുകൊണ്ട് അതൊന്ന് പറയാറുണ്ട്. പക്ഷെ ബ്രിട്ടീഷ് പോലീസിന് ബ്രിട്ടനിലെ പോലീസ് സ്റ്റേഷനിൽ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും ഉണ്ടാക്കാറില്ല. അപ്പൊ ബ്രിട്ടീഷ് പോലീസിന് കൊടുക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ പോലീസിന് കൊടുത്തതിന് ശേഷം മാത്രമേ ബ്രിട്ടീഷ് പോലീസിനെ പോലെ നമ്മുടെ പോലീസ് പെരുമാറിയില്ല എന്ന് നമ്മൾ പരാതി പറയാം. കാരണം ബ്രിട്ടീഷ് പോലീസിനെ പോലെ നമ്മുടെ പോലീസ് ആയിത്തീരണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക പരിമിതികൾ കൊണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളോ പശ്ചാത്തല സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ പോലീസും കൊട്ടാരക്കര പോലീസും ലണ്ടൻ സിറ്റി പോലീസെ പോലെ ആകണം. നമ്മൾ ആദ്യം നിങ്ങളുടെ കാവലൊക്കെ വരുന്നതിന് മുമ്പ് കേരള പോലീസിന് ഞാൻ വന്നപ്പോൾ ഒരു മാസിക ഉണ്ടായിരുന്നു. ആ മാസികയുടെ പേരെന്തായിരുന്നു? നിങ്ങളാരും കണ്ടിട്ടില്ല. ബോബി എന്നായിരുന്നു. ബോബി എന്ന് പറഞ്ഞാൽ ലണ്ടൻ ബോബി. ഈ ലണ്ടൻ ബോബിയുടെ സ്മരണയിൽ അന്നത്തെ ഞങ്ങളുടെ IG ആയിരുന്ന ആളുകൾ ഇവിടെ ശൃംഗാരൂരിൽ ഗുഡ് മോർണിംഗ്, അതായത് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്.
നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഗുഡ് മോർണിംഗ് നിങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്ന് പറഞ്ഞ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ മാസിക തുടങ്ങിയത്. അതിൻ്റെ പേര് ബോബി എന്നായിരുന്നു. ബോബി എന്ന് പറഞ്ഞാൽ ലണ്ടൻ ബോബി. ലണ്ടനിലെ പോലീസുകാരനെ ലണ്ടനിലെ ആളുകൾ വിളിക്കുന്ന പേരാണ് ബോബി. അപ്പോൾ ലണ്ടൻ പോലീസ് ആയി തീരണം എന്നുള്ളത് വളരെ നല്ല സംഗതിയാണ്, ഒട്ടും മോശമല്ല. നമ്മുടെ പെരുമാറ്റവും നമ്മളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പോലീസിലേക്ക് ജനങ്ങൾ നൽകുന്ന സഹകരണവും ആ സഹകരണം പ്രതീക്ഷിച്ച് പോലീസിന്റെ പെരുമാറ്റവും പോലീസ് വീടുകളിൽ ചെല്ലുന്നതും പോലീസ് കുടുംബത്തിന്റെ തന്നെ ഭാഗമായിരിക്കുന്നതും എപ്പോഴും നല്ല അഡ്വൈസർ ആയിരിക്കുന്നതും ഒക്കെ ലണ്ടൻ പോലീസിംഗിന്റെ ശൈലിയാണ്. അതായിത്തീരണം തീർച്ചയായിട്ടും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സൗകര്യം, ഒരു ആശുപത്രിയിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ രാത്രികാലത്ത് ഒരു കോള് കിട്ടി, ആ കോളിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ട വാഹനങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോലീസുകാർക്ക് ജീപ്പ് പാടില്ല? ഇല്ല. ലണ്ടനിലെ പോലീസുകാർക്ക് ജീപ്പില്ലേ? ലണ്ടനിലെ ന്യൂയോർക്കിലെ സാധാരണ പോലീസുകാർ ഇങ്ങനെ പോകുന്നത് അവർ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മൾ പോലീസിന്റെ 1,900,000 ഉണ്ടെങ്കിൽ 180 ലക്ഷത്തിന് കുറഞ്ഞ പക്ഷം 1.5 ലക്ഷം വേണം. 1.5 ലക്ഷം വേണ്ട, പോട്ടെ, നിങ്ങളുടെ എണ്ണത്തിനനുസരിച്ചെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ എണ്ണത്തിന്റെ പകുതിയെങ്കിലും ആയിക്കൂടെ? നമ്മുടെ പോലീസ് സ്റ്റേഷനിലെല്ലാം കൂടെ 40,000 പോലീസുകാരുണ്ടെങ്കിൽ ആ 40,000 പോലീസുകാരുടെ പകുതി 20,000 വാഹനങ്ങളെങ്കിലും പോലീസ് വേണ്ടേ? കാരണം കാറിൽ വന്ന് കുറ്റകൃത്യം ചെയ്തു പോയ ഒരു പ്രതിയുടെ പുറകിനെ പോകാൻ സൈക്കിളിൽ പോയാൽ മതിയോ? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. പ്രതികൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ പോലീസുകാരനും കാറിൽ സഞ്ചരിക്കും. ഇതാണ് പ്രതികൾ വിമാനത്തിൽ സഞ്ചരിച്ചാൽ പോലീസുകാരനും വിമാനത്തിൽ സഞ്ചരിക്കണം. ഇതാണ് ലോകം. അന്നത്തെ പഴയ കാലത്ത് പോലീസുകാരൻ കള്ളനും കാളവണ്ടിയിലായിരുന്നു. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് കാളവണ്ടിയോ സൈക്കിളോ മതിയായിരുന്നു. ഇതാണ് അല്ലാതെ ഈ എണ്ണം നോക്കുന്നത്. അപ്പോൾ പോലീസിനുള്ള വിഭവശേഷി എന്ന് പറയുന്നത്, ഞാൻ ആരെയും കുറ്റം പറയുക, ഈ വിഭവശേഷിയെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് ഇതായിരിക്കണം. സമൂഹത്തിൽ ഉള്ള സൗകര്യങ്ങൾ, കാരണം സമൂഹത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ കുറ്റകൃത്യം ചെയ്യുന്നത്. എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. എല്ലാവർക്കും വാഹനങ്ങൾ ഉള്ളത് കൊണ്ടാണ് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. അപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഫോണും എല്ലാവർക്കും വാഹനങ്ങൾ പെരുകുന്നതനുസരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യലായിട്ടുള്ള മൊബൈൽ ഫോൺ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും വർദ്ധിച്ചേ പറ്റൂ ആനുപാതികമായി. ഇന്റർനാഷണലൈസേഷൻ ഓഫ് ക്രൈം, ഗ്ലോബലൈസേഷൻ ഓഫ് ക്രൈം, ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറാൻ പോവാണ്, ഇന്ത്യ മാറാൻ പോവാണ്, ലോകം മാറാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും അതിർത്തിയിൽ അധിഷ്ഠിതമായ പോലീസിംഗാണ്. നമുക്ക് തലപ്പാടിക്ക് അപ്പുറത്തേക്ക് നമുക്ക് യാതൊരു അധികാരവും ഇല്ല. പാറശാലയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു പോലീസാണ്. പല അധികാര അതിർത്തിയാണ്. ഇന്റർനാഷണലൈസേഷൻ ഓഫ് ക്രൈം വരുമ്പോൾ നമുക്ക് പ്രിവെന്റീവ് റെസ്പോൺസിബിലിറ്റി വളരെ കൂടും. നമ്മുടെ പ്രിവെന്റീവ് റെസ്പോൺസിബിലിറ്റി, കുറ്റകൃത്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ കോവിഡ് വന്നു ഇല്ല, 2020 കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഈ നാട്ടിൽ ഏതാണ്ട് 1,00,000-ഓളം ഡോക്ടർമാരുണ്ട്, 2.5 ലക്ഷം നേഴ്സുമാരുണ്ട്, 3.5 ലക്ഷം ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് കേരളത്തിൽ. ഇവരെ ആരെങ്കിലും നമ്മൾ ബ്ലെയിം ചെയ്തോ? നാട്ടിൽ അത് കോവിഡ് വന്നു, നിങ്ങളെല്ലാം ഉണ്ടായിട്ട് കോവിഡ് വന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം we do not assign a preventive responsibility to doctors and nurses. രോഗങ്ങൾ തടയാനുള്ള ബാധ്യതയുള്ളവരാണ് ഡോക്ടർമാർ എന്ന് നമ്മൾ ആരും പറയാറില്ല. പക്ഷെ പോലീസിന്റെ കാര്യം എങ്ങനെയാണോ? നാട്ടിൽ മോഷണം മറിച്ച് എന്താ പറയാൻ പോകുന്നത്? ഈ നാട്ടിൽ 60,000 പോലീസ് ഉണ്ടായിട്ടും എന്റെ കട വഴിയിലുള്ള കടയാണ്, അത് രാത്രിയിൽ വഴിയിൽ നിന്ന് പൂട്ടിയിട്ട് ഒരു ചെറിയ 100 രൂപയുടെ താക്കലോട്ട് പൂട്ടിട്ട് ഞാൻ വീട്ടിൽ കയറി ഉറങ്ങുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്? എനിക്ക് 10 ലക്ഷം രൂപയുടെ സാധനം കിടക്കാൻ ഇരിപ്പുണ്ട്, ഞാൻ 100 രൂപ വിലയുള്ള ഒരു താഴിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വീട്ടിൽ 4 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. രാവിലെ വന്നപ്പോൾ കട കുത്തിട്ടു. അപ്പൊ ഞാൻ എന്താ പറയുന്നത്? ഈ നാട്ടിൽ പോലീസില്ലേ? ഈ നാട്ടിൽ കോവിഡ് ഇല്ലേ? ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു ആരും ചോദിക്കുകയല്ല. ഈ നാട്ടിൽ മസൂരിയിലെ ഡോക്ടർമാർ എന്ത് ചെയ്യുന്ന ആരും ചോദിക്കുകയല്ല.
ഈ നാട്ടിൽ ക്യാൻസർ ഇല്ലേ ഡോക്ടർ മരുന്ന് എന്നാലും ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ അലക്ഷ്യമായി നിങ്ങൾ എന്നാലും ചോദിക്കുക, കേരളത്തിൽ ഇപ്പോൾ വഴി നടക്കുകയാണെങ്കിൽ ഞാൻ ഈ കാണുന്ന കാറുകൾ ഉൾപ്പെടെ ഒരേ സമയം റോഡ് സൈഡിൽ ഒരു 15 ലക്ഷം കാറുകൾ കാണാം. ഇന്നിപ്പോൾ ഇത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഡ്രൈവർ ഇല്ലാതെ ആരും നോക്കാതെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന പാർക്ക് ചെയ്ത് കിടക്കുന്ന 10-15 ലക്ഷം കാറുകളെങ്കിലും കാണും. ഈ കാറുകൾ എത്ര മോഷണം പോകുന്നു? വളരെ ചുരുക്കമുള്ളൂ. ഇത്ര നാളെ കൊട്ടാരക്കര ഒരു കാർ മോഷണം കുറവാണ്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ പോലീസിന്റെ പ്രിവെന്റീവ് കേപ്പബിലിറ്റി കൊണ്ടാണ്. ലണ്ടനിലാണ് ഈ മോഷ്ടിക്കുന്നത്. ലണ്ടനിൽ 3 ലക്ഷം കാറാണ് ബ്രിട്ടീഷ് പോലീസിന്റെ മോഷ്ടിക്കുന്നത് ഒരു കൊല്ലം. അവിടെ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അഥവാ കാർ മോഷ്ടിച്ചാൽ ജനം പറയും ഇത്രയും പോലീസ് ഉണ്ടായിട്ട് കൊട്ടാരക്കര സാബു മാത്യു എസ് പി ഉണ്ട്, അവിടെ ഡിവൈഎസ്പി ഉണ്ട്, ഇത്രയും പോലീസ് അവിടെ ഉണ്ടായിട്ട് നഗരമധ്യത്തിൽ എസ് പിയുടെ മൂക്കിന്റെ കീഴിൽ നിന്ന് കാർ മോഷണം യഥാർത്ഥത്തിൽ ഒരു പരിഷ്കൃത രാജ്യത്ത് ഇല്ലാത്ത സംഗതിയാണ്. ഞാൻ ന്യൂസിലൻഡിലൂടെ ഏതാണ്ട് 2000-3000 കിലോമീറ്റർ കഴിഞ്ഞ ഡിസംബറിൽ യാത്ര ചെയ്യുകയുണ്ടായി. ഒറ്റ ട്രാഫിക് പോലീസുകാരനെ ഞാൻ കണ്ടില്ല, ഒറ്റ ഒരാൾ പോലും ഇല്ല. എന്നാൽ വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ കൺട്രി ഇൻ ദ വേൾഡ് അതാണ് ന്യൂസിലൻഡ്. അപ്പൊ അങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ ന്യൂസിലൻഡിലെ വീട്ടിലെ ഒരു പട്ടി ചത്താൽ അവർ പോലീസിനെ വിളിക്കും. വീട്ടിൽ പട്ടിയുടെ കാര്യം നോക്കാൻ വേണ്ടി പോലീസ് വരും. അടുത്ത വീട്ടിലെ പട്ടി കുറച്ചാൽ അവർ പോലീസ് സ്റ്റേഷനെ വിളിക്കും. പട്ടിക്കാരി അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വരും. അപ്പൊ ജനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ വളരെ കൂടുതലാണ്. എന്തെല്ലാം യന്ത്രവൽക്കരിച്ച് സാധിക്കാമോ അതെല്ലാം അവർ സാധിക്കുന്നു. നേരെ മറിച്ച് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെയധികം ദൃഢപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് അവർ വലിയൊരു പോലീസ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംഖ്യാബലം നമ്മുടെ പരിമിതികളനുസരിച്ച് അനാവശ്യമായ ജോലികൾ ഒഴിവാക്കി മറ്റ് ആവശ്യമുള്ള ജോലികൾ സ്വീകരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് പോലീസിനുള്ള വാഹന സൗകര്യം, കമ്പ്യൂട്ടർ സൗകര്യം, ആശയവിനിമയ സൗകര്യം, ജോലി സമയ സൗകര്യം, വർക്ക് ഫ്രം ഹോം പോലീസിന് സാധ്യമാണ്. നിങ്ങളാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. IT കമ്പനികൾ മാത്രമല്ല, ഇപ്പൊ കേസ് ഡയറി എഴുതുക, 2 ദിവസം കഴിഞ്ഞ് കേസ് ഡയറി കൊണ്ട് വന്നാൽ മതി എന്ന് പറയാമല്ലോ, ഇല്ലേ? വർക്ക് ഫ്രം ഹോം സാധ്യമാണ്. ഇപ്പൊ അങ്ങനെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ച് നമ്മൾ സാധിക്കണം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സംഖ്യാബലം എന്ന് പറയുന്നത് ആൾബലം വേണ്ട സംഗതികൾക്കുള്ള സംഖ്യാബലം വർദ്ധിപ്പിച്ച് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം പുലർത്താനുള്ള കൂടുതൽ സരണികൾ തേടി കണ്ടുപിടിച്ച് പ്രായോഗികമാക്കി അതിൽ വിജയിപ്പിച്ച് ഒക്കെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് അർത്ഥപൂർണമായ പ്രൊഫഷണൽ പോലീസിംഗ് സാധ്യമാകുന്ന, അർത്ഥവത്താക്കുന്ന പോലീസ് പരിഷ്കരണം സാധ്യമാകുന്നത്. അതിന് ഇന്നത്തെ ചിന്തകൾ ഉപയുക്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിന് നന്ദി. നവീന ആശയങ്ങൾ പങ്കുവച്ച ബഹുമാനപ്പെട്ട മുൻ DGP ജഗപന്നു സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിൻ്റെ മുഖ്യ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശ്രീവേഷ്, ജില്ലാ പ്രസിഡന്റ് കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ. നമുക്കറിയാം, പോലീസ് പരിഷ്കരണങ്ങളും പ്രൊഫഷണൽ പോലീസിംഗും സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വിഷയാവതരണം നമ്മുടെ ബഹുമാന്യനായ ജേക്കബ് സർ IPS അവർ ഇവിടെ നടത്തി. പോലീസിൽ വളരെയധികം മാറ്റങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. സാറിന് അറിയാവുന്ന പോലെ തന്നെ ഞാൻ 1995 കേരള പോലീസിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ഏതാണ്ട് 30 വർഷത്തോളാകാൻ പോകുന്ന എൻ്റെ സർവീസ്. ഇതിനിടയിൽ വളരെയധികം മാറ്റങ്ങൾ കേരള പോലീസിൽ വന്ന് ഭവിച്ചിരുന്നുണ്ട്. 96 ഞാൻ പ്രൊബേഷണറിയായിട്ട് മട്ടാഞ്ചേരി ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഉള്ള പോലീസ് സ്റ്റേഷനിൽ അന്ന് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരി സ്റ്റേഷനിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ കേരള പോലീസിനുണ്ടായിരുന്നു. ഇന്ന് സാർ പറഞ്ഞ പോലെ പല പോലീസുകാർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. കേരള പോലീസിൽ പ്രൊഫഷണൽ പോലീസിനെ കുറിച്ച് വിശദമായിട്ട് സാർ സംസാരിച്ചു. ഞാൻ കൂടുതലായിട്ടിലേക്ക് പറയുന്നില്ല. പക്ഷേ എനിക്ക് സാറിൻ്റെ അറിയിക്കാനുള്ള 1-2 കാര്യങ്ങൾ. നമ്മുടെ കൊല്ലം റൂറൽ ജില്ലാ
പോലീസ് ആസ്ഥാനത്തെക്കുറിച്ച് സാർ വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് വളരെ സന്തോഷം, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. ഇവിടെയുള്ള പോലീസിൽ വളരെയധികം പ്രൊഫഷണൽ സമീപനത്തിലേക്ക് മാറാൻ വേണ്ടി ഇവിടെ അസോസിയേഷനും അതുപോലെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബേസിക് കോഴ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് സാർ. ചെറിയ ഗ്രൂപ്പായിട്ട് വിളിച്ചു വരുത്തി FIR എടുക്കുന്നത്, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചും കേസുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ബേസിക് കോഴ്സുകൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വിളിച്ചവർക്ക് ബേസിക് തലത്തിലുള്ള കോഴ്സ് കൊടുത്ത് നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു ഉദ്യോഗസ്ഥരെ പുറത്തു വിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സമീപനം നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും ഇവിടെ ഈ ജില്ലയിൽ ചെയ്തു വരുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ പലയിടത്തും കാണാത്തൊരു സംവിധാനമാണ്. അതായത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഈ 3 ഭാഗം ചേർന്നാണ് പ്രൊഫഷണലിസം. അത് അതിൻ്റെ 100% അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രൊഫഷണലാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സെഷൻസ് താഴെത്തട്ടിൽ നടത്തുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ആ ഒരു ട്രെയിനിങ് സിസ്റ്റം നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, പുതിയ നിയമങ്ങൾ വന്നതോടുകൂടി പല പുതിയ നിയമങ്ങളും പുതിയ ഒഫൻസുകളും നമ്മുടെ BNSൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. IPCയിൽ ഉള്ളതിലുപരിയായിട്ട് നമ്മുടെ സിസ്റ്റങ്ങൾ മാറുന്നു, അതിൻ്റെ രീതി മാറുന്നുണ്ട്. പല സിസ്റ്റങ്ങളും നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഇന്ന് ഹിന്ദു പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ്. ഒരാദ്യം തന്നെ ഒരു ക്രിട്ടിക്കൽ ആംഗിളാണ് പറയുന്നത്. PUCൽ പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, അവരുടെ ഒരു ഒപ്പീനിയനാണ്. റിമാൻഡ് കാലഘട്ടം, കസ്റ്റഡി എടുക്കാൻ പറ്റുന്ന കാലഘട്ടം 60 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസം 40 ദിവസമൊക്കെ ആയിട്ട് മാറ്റി, അത് ജനദ്രോഹമാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരപ്പോഴും പറയുന്നില്ല, പുതിയ നിയമം എയിം ചെയ്യുന്നത് ക്രിമിനൽസിനെതിരെ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ എന്തായാലും ഒരു 10% 8% മാത്രമേ ക്രിമിനൽസ് കാണുകയുള്ളൂ. അവരെ ഉദ്ദേശിച്ചാണ് നിയമം ഉണ്ടാക്കിയേക്കെന്നുള്ള ഒരു കാര്യം സൗകര്യപൂർവ്വം ഇവരൊക്കെ മറന്നു പോവുകയാണ്. മജോറിറ്റി ആൾക്കാർക്കും ഇതൊന്നും ആവശ്യമില്ല, ക്രിമിനൽസിന് മാത്രമേ ബാധകമുള്ളൂ. സാർ പറഞ്ഞതുപോലെ ഒരു ക്രിമിനലിനെ പിടിച്ചാൽ, ഒരു ആന്റി സോഷ്യലിനെ പിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു വളരെ വയലന്റ് ആയിട്ടിരിക്കുന്ന ആളെ പിടിച്ചാൽ ഹാൻഡ് കഫ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും? വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ. വളരെയധികം വൈരുദ്ധ്യങ്ങൾ ആണ് ഫേസ് ചെയ്യുന്നത്. വളരെ കൃത്യനിഷ്ഠതയോടെ നമ്മൾ കേസ് ചാർജ് എഴുതി എവിഡൻസ് എടുത്ത് ചാർജ് ചെയ്ത് കോടതി ഹാജരാക്കുമ്പോൾ അതിൻ്റെ ഡിഫക്ട്സ് മാത്രം നോക്കി വെറുതെ വിട്ടു പോവുകയും 10-15 വർഷങ്ങൾക്ക് ശേഷം ഡിപ്പാർട്ട്മെന്റ് നടപടികൾ നേരിടേണ്ട ഒരു വിഭാഗമാണ് പോലീസ് സേന. അദ്ദേഹം നടത്തിയത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓഫീസറാണ് അദ്ദേഹം. കാരണം ഞാൻ SI ആയിരുന്നപ്പോഴും DYSP ആയിരുന്നപ്പോഴും ഒക്കെ എൻ്റെ DGP ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പല കേസുകളിലും എനിക്ക് നിർണായകമായ ഘട്ടങ്ങളിൽ ഞാൻ തന്നെ ചില കേസ് അന്വേഷണത്തിൽ എൻ്റെ മനസ്സിൽ പതറിപ്പോയപ്പോഴൊക്കെ മുകളിൽ നിന്നൊരു നല്ല സപ്പോർട്ട് കിട്ടിയൊരു അനുഭവം എനിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ പിന്നെ മൂവാറ്റുപുഴ കൈവെട്ട് കേസ് അന്വേഷിച്ചപ്പോഴുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സമയത്ത് തന്നെ മെഡിക്കൽ ലീവ് എടുത്ത് പോയാലെന്ന് പറയാൻ ആലോചിച്ചു. അന്ന് വരെ അദ്ദേഹം എൻ്റെ SP എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് വളരെ സൗമ്യമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, വിക്രം സാറും ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓഫീസിൽ നിന്ന് സാബു തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേറെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു അനുഭവം കൂടെ എനിക്കുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞു, എന്നോട് DGP പറഞ്ഞു വിട്ടതാണ് സാബുവിനെ ഇങ്ങനെ പറയാൻ. പക്ഷേ അതൊക്കെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. സാറ് പറഞ്ഞു, സാറിനറിയാം ആ കേസ്. കാര്യം ഓരോ ഇൻസിഡൻറ്റും ഒരു വാട്ടർ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഒരു കാരണവശാലും ഒരു ലിങ്ക് പിടിച്ചാൽ അടുത്ത ലിങ്കിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. അത്ര വിദഗ്ധമായിട്ട് ഓപ്പറേഷനാണ് അത്. ഒരു ലിങ്ക് കഴിഞ്ഞാൽ 2 പ്രതിയെ പിടിച്ചാൽ 3-ാമത് എത്താൻ പാടാണ്. അത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് അവർ അടുത്ത ഭാഗത്തുള്ള ആൾക്കാരെ അവർ നിയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ ക്രിമിനൽസിന് അവരും കമ്പാർട്ട്മെന്റ് ചെയ്ത് ഒരു ടീമിനെ പിടിച്ചു, അടുത്തിലേക്ക് വളരെ പാടായിരുന്നു. എങ്കിലും നമ്മുടെ കേരള പോലീസ് വളരെയധികം കഴിവുള്ള ഒരു സേനാംഗമാണ്. 60,000 പേരെ ഉള്ളുവെങ്കിലും ഇത്രയും ജനങ്ങളെ, ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റ് സ്റ്റേറ്റിൽ ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മളുടെ കഴിവ് നമുക്കറിയില്ല. പക്ഷേ ലോകത്തിനറിയാം. മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് കേസും വിത്തിൻ നോ ടൈം നമ്മളത് റീച്ച് ചെയ്യുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. സാർ പറഞ്ഞതുപോലെ ടെക്നോളജി എന്തുമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്തുമാത്രം നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത് സംശയമുണ്ട്. വെരിഫൈ ചെയ്തു. അത് ഫ്രീക്വൻ്റ് ആയിട്ട് OLX ആ നമ്പർ കാർ വൈറ്റ് കണ്ടപ്പം അതിന് ആരൊക്കെ സെർച്ച് ചെയ്യുന്ന ലിസ്റ്റ് എടുത്തു, അതിൻ്റെ പുറകെ പോയി ഒത്തിരി മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. എങ്കിലും നമുക്കത് ഉദ്ദേശ സമയത്ത് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ കേരള പോലീസ് മാത്രം ഇത് ഇത്രേ മുമ്പോട്ട് പോവുള്ളൂ. ഈവൻ നമ്മൾ 100% സിൻസിയറായിട്ട് പറയാം, 3rd ഡിഗ്രി മെത്തേഡ്സ് എന്നൊരു സാധനം നമ്മൾ ഒരു ശകലം പോലും ഉപയോഗിച്ചില്ല കേസ്. അതൊക്കെ നല്ല കേസുകളാണ്. അപ്പോൾ അത്രയും കഴിവുള്ളവരാണ് ഓരോ പോലീസ് സേനാംഗങ്ങളും. നമ്മൾ ആ 100%
നേരത്തെ പോലീസ് സംവിധാനമല്ല. നേരത്തെ പോലീസ് സംവിധാനം ഒരു ഓഫീസറായിരിക്കും, ഞാനൊക്കെ എസ് ഐ ആയിരിക്കുമ്പോൾ ഞാനൊരു എസ് ഐ മാത്രമേ ഉള്ളൂ. പിന്നെ 2 ASIമാർ ഏറ്റവും റിട്ടയർ ചെയ്യാൻ ഒരു 5-6 മാസം ഉള്ള ഓരോ 2 ASIമാർ കാണും. അപ്പോൾ ഞാനായിരിക്കും അവരെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത്, ഞാനായിരിക്കും എല്ലാം ചെയ്യുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞ ഒരു കാര്യം പാറാൻ നിൽക്കും, അവിടെ പാറാൻ നിൽക്കും, അല്ലെങ്കിൽ ഒരു പ്രതിയെ പോയി അന്വേഷിക്കാൻ പ്രതിയെ പോയി അന്വേഷിക്കും. ഇപ്പം ഇന്നത്തെ പോലീസ് അതല്ല. ഇന്നൊരു പോലീസുകാരനെ പ്രതിയെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ പ്രതിയെ നോക്കിയിട്ട് വരെ മാത്രമല്ല, ആ പെരിഫറി മുഴുവൻ അന്വേഷിച്ചിട്ട് അവൻ്റെ എക്സിസ്റ്റൻസ് എവിടെയാണ്, അവനെ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, കൂട്ടുകാരാണ്, ഇത്രയും വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ IQ ലെവലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ പോലീസിൽ ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യം അത് ഒരു പരിധി വരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഇത്രയും ചെറിയൊരു അംഗസംഖ്യ കൊണ്ട് നമുക്ക് പിടിച്ചിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ആ ബൗദ്ധികമായ കാഴ്ചപ്പാട്, നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷൻ ആംഗിൾ മാറിയിട്ടുണ്ട്. അതാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ജില്ലയിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ചെറിയ പ്രസംഗം നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്. എൻ്റെ ഒരു സന്തോഷം. യഥാർത്ഥത്തിൽ ശ്രീ ജേക്കബ് സാറിൻ്റെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് വർഷങ്ങളോളം കേട്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് സാറിൻ്റെ പ്രഭാഷണം എവിടെയുണ്ടെങ്കിലും സമയമെടുത്ത് പോയി ഞാൻ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. നിരവധി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇവിടെ സാർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞാനൊന്നും കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പോലീസിൻ്റെ പ്രൊഫഷണലിസം വർദ്ധിക്കണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ എൻ്റെ ഈ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരായി കയറി ബറ്റാലിയൻ പോലീസിൻ്റെ ഭാഗമായി ജില്ലാ പോലീസിലേക്ക് വരുന്നവരാണ് ബഹുഭൂരിപക്ഷമുള്ളത്. ഡയറക്റ്റായി സബ് ഇൻസ്പെക്ടർമാരായി കയറി വരുന്നവർ പോലീസ് സ്റ്റേഷനിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പോലീസിലേക്കുള്ളൊരു നിയമന രീതി അനുസരിച്ച് നമ്മൾ ബറ്റാലിയൻ പോലീസിൽ കയറുന്ന സന്ദർഭത്തിൽ ആവറേജ് പ്രായം നമുക്ക് 25 എടുക്കാം. കൊല്ലം ജില്ല എടുത്തു പറയുകയാണെങ്കിൽ 35ാമത്തെ വയസ്സിൽ പോലും സിവിൽ പോലീസിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഒരു 7 വർഷമാണ് സാധാരണ ആവറേജ് ഒരു ജില്ലയിൽ 7-8 വർഷം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 25ാമത്തെ വയസ്സിൽ ഒരു പോലീസിൽ ബറ്റാലിയൻ പോലീസിൽ കയറുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പം നിയമ BNS-നെ പറ്റി ക്ലാസ്സുകൾ നമ്മൾ ബറ്റാലിയൻ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നുണ്ട്. അവർ ഇന്ന് പഠിച്ചതല്ലാതെ 10 വർഷക്കാലത്തേക്ക് ഈ നിയമത്തിൻ്റെ ഒരു വശത്തും കൂടെ കടന്നു പോകുന്നില്ല. അപ്പം ഈ 10 വർഷം കൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രായമായിരിക്കും 25 മുതൽ 35 വയസ്സ് വരെയുള്ള കാലം. ഈ 10 വർഷവും നമ്മൾ മറ്റൊരു ജീവിത ശൈലി തന്നെ സ്വീകരിച്ചതിന് ശേഷമാണ് സിവിൽ പോലീസിലേക്ക് കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് ആ 10 വർഷത്തെ ജീവിതശൈലി മാറ്റുക എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ പ്രയാസം തന്നെയാണ്. അപ്പം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ പോലീസിന്റെ റിക്രൂട്ടിംഗ് രീതി KPIയുടെ സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ച് നടന്നപ്പോൾ നമ്മൾ മുമ്പോട്ട് വെച്ചുള്ള ഒരു ആശയം സിവിൽ പോലീസിലേക്ക് നേരിട്ട് നിയമനം നടത്തണം എന്ന് നമ്മൾ ആവശ്യം മുമ്പോട്ട് വെച്ചതാണ്. പലപ്പോഴും അതിന്റെ പല പ്രയാസങ്ങളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു കഴിഞ്ഞ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, നമ്മൾ പോലീസിൽ കയറുന്ന സമയത്ത് മാറാട്, നാദാപുരം, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കലാപം ഉണ്ടാവുകയും പോലീസ് അവിടെ പിക്കറ്റ് കിടക്കുകയും ചെയ്ത സ്ഥിതിയായിരുന്നു. ഇന്നിപ്പോൾ കുറെ വർഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു കലാപങ്ങളും ഇപ്പൊ അവസാനം വിഴിഞ്ഞത്തുണ്ടായത് ഒഴികെ നിർത്തിയാൽ ഒരു കലാപവും സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ ബറ്റാലിയൻ പോലീസിനെ ബറ്റാലിയന്റെ ആസ്ഥാനത്തും വിവിധ സ്ഥലങ്ങളിലും ഈ തരത്തിൽ 5-8 വർഷം ഇങ്ങനെ ആ യുവത്വത്തെ കെട്ടിയിടുന്നതിനകത്ത് യാതൊരു ആവശ്യവുമില്ല. ആ പോലീസിനെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ഡ്യൂട്ടി ചേഞ്ച് തന്നെ കൊടുക്കാം. സിവിൽ പോലീസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ യുവത്വം നിറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ഈ പുതിയതായി വന്നിട്ടുള്ള BNS ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പഠിക്കുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും അതനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, KPI ഉൾപ്പെടെ KPIയുടെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ചർച്ചകൾ കൂടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും അങ്ങനെ ബറ്റാലിയൻ പോലീസിന്റെ സ്ട്രെങ്തിനെ ഡൗൺ സൈസ് ചെയ്ത് അത് സിവിൽ പോലീസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ആരംഭിച്ചുകൊണ്ട് അതനുസരിച്ച് ഒരു മാറ്റം ഈ സംസ്ഥാനത്തെ പോലീസിനുണ്ടായാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ ഈ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്ന രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് ഈ സെമിനാറിൽ ഒരു കാര്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. സെമിനാറിനകത്ത് സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ പങ്കെടുക്കാനുള്ള ഒരു ക്ഷണം കിട്ടിയപ്പോൾ തന്നെ പുന്നു സാറിൻ്റെ പ്രത്യേകിച്ച് പോലീസ് അതിൻ്റെ പരിഷ്കരണമൊക്കെ ആയിട്ട് നടപടികൾ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസം, ഇന്നത്തെ നിയമസഭയിലടക്കം വലിയ
ചർച്ചകളടക്കം ഇതുമായി അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടടക്കം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുന്നു സാറിൻ്റെ ഈ മേഖല സംബന്ധിച്ചുള്ള കൃത്യമായ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് കേൾക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ യോഗത്തിലേക്ക് വന്നത്. വലിയ സംഭാവന ആ മേഖലയിൽ നമുക്ക് നൽകിയിട്ടുള്ള ആൾ കൂടിയാണ് സാർ. തീർച്ചയായിട്ടും പോലീസ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനമടക്കം ഈ വരുന്ന നാളുകളിൽ നടക്കുമ്പോൾ കേരളത്തിൻ്റെ പോലീസിനെ സമഗ്രമായി പരിഷ്കരിക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് വലിയ ചിന്തകൾ പകർന്നു വരുന്ന രൂപത്തിലുള്ള നവകേരളത്തിലെ പോലീസിനൊരു ദർശനരേഖ എന്ന രൂപത്തിൽ പോലീസിന്റെ സമഗ്ര പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെന്റിനടക്കം ഒരു വലിയ നയരേഖ തയ്യാറാക്കണമെന്ന് പോലീസ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഈ നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ നിന്ന് പകർന്നു തന്ന ചിന്തകൾ ഉൾപ്പെടെ പുന്നു സാറിൻ്റെ അടക്കം തുടർന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഈ വേദിയിൽ നിന്ന് തന്നെ പോലീസ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആ മേഖലയിലടക്കം അഭ്യർത്ഥിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ അല്ലെങ്കിൽ ചിന്തകളോട് ചേർന്നു പോകുന്ന രൂപത്തിലേക്ക് മാത്രം കുറച്ച് 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ മേഖലയിലേക്ക് പോലീസിൻ്റെ പരിഷ്കരണ ചിന്തകളൊക്കെ വരുമ്പോൾ പോലീസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ അച്ചടക്കമായാലും ഭയം, കൂറ്, കാര്യക്ഷമത അല്ലെങ്കിൽ മേലുത്തരവുകൾ തുടങ്ങി പോലീസിൻ്റെ ദൈനംദിന മേഖലകളിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വാചകങ്ങളും ആധുനിക കാലഘട്ടത്തിനനുസരിച്ചും ജനാധിപത്യ മൂല്യങ്ങൾക്കനുസരിച്ചും പരിഷ്കരിക്കപ്പെടേണ്ട ഈ വാചകങ്ങളെ പുനർനിർമ്മിക്കപ്പെടുന്നിടത്ത് മാത്രമേ ഏത് പരിഷ്കരണ ചിന്തകൾക്കും അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തകൾക്ക് പോലും പ്രസക്തിയുള്ളൂ എന്ന് മാത്രം ആമുഖമായി പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം 40 വർഷമുണ്ട് പോലീസ് സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം സംഘടനയുടെ കൂടെ ചാലകശക്തിയാൽ വലിയ മാറ്റങ്ങൾക്ക് വേദിയായ പോലീസാണ് കേരളത്തിലെ പോലീസ്. ഇന്ത്യയിലെ മറ്റിതര ഫോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുന്നു സാർ അടക്കം ഉദാഹരിച്ചു കൊണ്ടുവരുന്ന നിരവധി കേസുകളടക്കം പറഞ്ഞുകൊണ്ട് ഇതര മാധ്യമങ്ങളൊക്കെ പല രൂപത്തിൽ എഴുത്തിക്കാട്ടുമ്പോഴും ഏറ്റവും മികച്ച കൺവിക്ഷൻ റേറ്റ്, ഏറ്റവും മികച്ച മറ്റിതര മേഖലകളിലൊക്കെ ഏത് ക്രമസമാധാന മേഖലയായാലും മറ്റേത് മേഖലയുമായി ബന്ധപ്പെടുത്തിയാലും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പൗരന്മാർക്ക് കിട്ടുന്ന സംതൃപ്തി അത് പ്രൊഫഷണൽ പോലീസിന്റെ മാനദണ്ഡമാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിക്കൊണ്ട് ഏറ്റവും മികച്ച പോലീസ് സേനയായി എന്ന ഖ്യാതിയിലേക്ക് ഉയർന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ 464 വർഷം എങ്കിലും വേണ്ടിവരും. കെട്ടിക്കിടക്കുന്ന കേസുകൾ വിചാരണ പൂർത്തിയാക്കി അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാക്കും. നീതി നമ്മളൊക്കെ പലപ്പോഴും പറയുന്നതാണ്, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. 464 വർഷം പിറകിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ന് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെട്ടു. രാജ്യത്ത് നമ്മുടെ പൊതുസമൂഹത്തിന് കൂടുതൽ ഗുണകരമായ രൂപത്തിലേക്ക് രാജ്യത്തെ നിയമ സംവിധാനങ്ങളാകെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിയ രൂപത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്താണ് 464 വർഷം പിറകിലാണ് രാജ്യത്തെ ജനങ്ങളും നീതിബോധവും എന്നുള്ള ഒരു കണക്ക് ഏറ്റവും ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യമായി പറഞ്ഞു പോകുന്നത്. അതിനുശേഷം യാതൊരു മോണിറ്ററിങ്ങും ഇല്ല എന്നുള്ള വലിയ, അതോടൊപ്പം കേസുകളുടെ വലിയ ബാഹുല്യം. 20 ലക്ഷത്തിന് അടുത്ത് സമൻസുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ സാർ ഓർമ്മിച്ചു. ഇന്നത്തെ സമൻസുകളുടെ എണ്ണം പോലീസ് ഉദ്യോഗസ്ഥന് നടത്താൻ പറ്റാവുന്നതിൻ്റെയൊക്കെ വലിയ ബാഹുല്യം. പലപ്പോഴും കോടതികളുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വലിയ രൂപത്തിലൊക്കെ കേസ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനകത്ത് LNO ഡ്യൂട്ടികൾക്ക്, മറ്റിതര ഡ്യൂട്ടികൾക്ക്, പാസ്പോർട്ട് സർവിങ്ങിന്, മറ്റ് റൈറ്റർ ഡ്യൂട്ടി ഒക്കെ ചെയ്തു പോകുമ്പോൾ ഇത്തരം ഈ ദൈനംദിനമായ കാര്യങ്ങളടക്കം ചെയ്തു പോകേണ്ട, അതോടൊപ്പം മെമ്മോകളടക്കം ചെറിയ തെറ്റുകൾക്ക് പോലും കോടതിയിൽ നിന്നടക്കം പേഴ്സണൽ അപ്പിയറൻസും മെമ്മോ അടക്കം വന്നു പോകുന്ന, സസ്പെൻഷൻ അടക്കം വന്നു പോകുന്ന വലിയ കാര്യങ്ങളും അടക്കം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഡ്യൂട്ടി ഭാരം ഏറ്റവും ഭീകരമായ രൂപത്തിലാണ്. ഇതിനകത്തൊക്കെ സമൻ സർവിങ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് പറ്റുമെങ്കിൽ ജനകീയമായ മറ്റ് ഇതര മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ഭാരമടക്കം വലിയ പ്രയാസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കെഡോ കേസിനകത്ത് സ്വീകരിച്ചൊരു മാർഗമുണ്ട്. ആ നിയമവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ പോലീസ് FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതികളിലേക്ക് അന്വേഷണ നടപടികളൊക്കെ പോകുന്ന സമയത്ത് ഗവൺമെന്റ് പറഞ്ഞൊരു സാധനം, ഇത് അങ്ങനെ അത്തരം പെറ്റിയടിച്ചു പോകുന്ന കേസുകൾ എന്നതിലേക്ക് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റേഷനിൽ വെച്ച് കോമ്പൗണ്ട് ചെയ്യാം.
അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ച വിഭാഗമാണ് പോലീസ്. ആ രൂപത്തിൽ പെറ്റി കേസുകളായി കോടതികൾ, അദാലത്തുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റിതര മേഖലകളിലൊക്കെ വെച്ചുകൊണ്ട് ഫൈൻ അടച്ചു തീർക്കാവുന്ന കേസുകളിൽ FIR ഇട്ട നിമിഷം തന്നെ കുറ്റം സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ കേസ് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് എങ്കിലും ഈ സംവിധാനങ്ങൾ മാറുകയാണ്. സെഷൻസ് ട്രയലുകൾ അല്ലെങ്കിൽ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ മാത്രം കോടതി വിചാരണ നടപടികളിലേക്ക് മാറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയ മാറ്റമെങ്കിലും ആ മേഖലയിലടക്കം വന്നു പോകേണ്ടതുണ്ട് എന്നുള്ളത്.